സ്വാന്തന നമുക്കൊപ്പം ചേരുകയാണ്. സ്വാന്തന സജു, ഗുഡ് മോർണിംഗ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പതിവ് പോലെ തന്നെ പ്രാർത്ഥനയ്ക്കായി നിരവധി ആളുകൾ രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞില്ലേ? സുജയ, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ്. അവിടെ നമുക്ക് പാളയം പള്ളി കാണാം. പാളയം പള്ളിയുടെ തൊട്ടടുത്തായുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഈദ്ഗാഹ് നടക്കുന്നത്. നമുക്കറിയാം 7:30 കൂടിയാണ് ഇവിടെ പ്രത്യേക ഈദ്ഗാഹ് ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ആളുകൾ ഇപ്പോഴും ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റേഡിയത്തിനുള്ളിലേക്ക്. സ്ത്രീകൾക്കടക്കം നിസ്കാരത്തിന് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ തന്നെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ 7:30 കൂടി തന്നെ ഈ ഒരു നിസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. പാളയം ഇമാമായ VP സുഹൈബ് മൗലവിയാണ് ഇതിനൊക്കെ തന്നെയും നേതൃത്വം നൽകുന്നത്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇവിടെ പ്രാർത്ഥനകളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ തന്നെ സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്നേഹത്തിൻ്റെ ഒക്കെ എന്നതിനപ്പുറത്തേക്ക്, സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ ഒരു ദിവസം എന്നതിനപ്പുറത്തേക്ക് ത്യാഗത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വലിയ പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പുത്തൻ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അത്തറൊക്കെ പൂശി എല്ലാവരും വന്ന് രാവിലെ തന്നെ ഈ പ്രാർത്ഥനാ മുഖരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവിടെ കടന്ന് ഇരിക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒക്കെ നമസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഇപ്പോൾ സ്വാന്തന കാട്ടി തന്നതുപോലെ തന്നെ സ്വാന്തന സജു റിപ്പോർട്ടറിനൊപ്പം ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളല്ലേ? നല്ല ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ തരാനായി നമ്മുടെ TV പ്രസാദിനോട് പറയണം. പെരുന്നാൾ ആഘോഷം അവിടെയും കളറാകട്ടെ സ്വാന്തന. തീർച്ചയായിട്ടും സുജ, നമ്മൾ റിപ്പോർട്ടറിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളാണ്. നമ്മുടെ സഹപ്രവർത്തകരൊക്കെ തന്നെയും രാവിലെ നമ്മളിവിടെ ഈ ഒരു പല ഇടങ്ങളിൽ നടക്കുന്ന ഈദ്ഗാഹിലെയും അതുപോലെ തന്നെ നമസ്കാരങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചീഫ് പ്രസാദനടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ പള്ളികളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇന്ന് റിപ്പോർട്ടറും നമ്മൾ ഈ ഒരു പെരുന്നാൾ കളറാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ ഇവിടെ വന്ന വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിലയിടങ്ങളിലൊക്കെ മഴയുടെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഈദ്ഗാഹുകളൊക്കെ മാറ്റിവെച്ചു എന്ന് സജോയൊക്കെ തന്നെ പറയുന്നുണ്ട്. അത് പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ അത്തരം ഒരു പ്രശ്നവുമില്ല. വളരെ പ്രസന്നമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈദുൽ അദ, അതായത് ഇന്നത്തെ ഈ പെരുന്നാൾ ദിനത്തിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഈ സൂര്യൻ സുഹർ സമയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആ നമസ്കാരത്തിനായി എത്തിയിരിക്കുകയാണ്. ആ നമസ്കാര കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തെളിഞ്ഞ ആകാശമാണ്. സൂര്യരശ്മികൾ ഇങ്ങനെ പതിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ആ പുൽത്തകിടിയിലുമൊക്കെ സൂര്യൻ പതിക്കുന്ന, സൂര്യരശ്മികൾ പതിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സ്വാന്തന പ്രേക്ഷകരെ കാണിച്ചു തന്നു.